ദ ലീഡറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാടകീയമായി തകരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ അവശേഷിച്ച നേതാക്കളിൽ ഭൂരിഭാഗത്തിനെയും അഴിക്കുള്ളിലാക്കാൻ സംഘടിതമായ നീക്കം നടക്കുകയാണ്. കോടതി വിധികൾ മുതൽ വ്യാജ കത്തുകൾ വരെ പുറത്തെടുത്താണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെ മമതാ ബാനർജിയെയും അനുയായികളെയും ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. വിമത നേതാവ് ഋതബ്രത ബാനർജിയെ ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ച സ്പീക്കർ രതീന്ദ്ര ബോസിന്റെ നടപടി കൊൽക്കത്ത ഹൈക്കോടതി അംഗീകരിച്ചതോടെ മമതയുടെ മുന്നിലെ വഴികൾ ഒന്നൊന്നായി അടയുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ദയനീയമായി പരാജയപ്പെട്ടതോടെ ഋതബ്രത ബാനർജിയും സന്ദീപൻ സാഹയും ചേർന്നാണ് തൃണമൂലിൽ വിമത വെല്ലുവിളി ഉയർത്തിയത്. 65 MLA-മാരുടെ പിന്തുണയാണ് അവർ അവകാശപ്പെടുന്നത്. അതോടെ ഫലത്തിൽ BJPക്ക് നിയമസഭയിൽ എതിരാളികൾ ഇല്ലാതായി. വിമത MLA-മാരെ കൂറുമാറ്റാതെ തന്നെ ബംഗാൾ നിയമസഭയെ പ്രതിപക്ഷമുക്തമാക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ജനവിരുദ്ധ നടപടിക്കും വെല്ലുവിളി ഉണ്ടാവില്ലെന്ന് ഇപ്പോൾ ഉറപ്പുവരുത്തിയിരിക്കുകയാണ്. തീർത്തും ദുർബലയായ മമതാ ബാനർജിക്ക് തിരിച്ചുവരവ് കനത്ത വെല്ലുവിളിയായി. അതിനു പിന്നാലെയാണ് മമതാ ബാനർജിയുടെ ഏറ്റവും വിശ്വസ്തരായ അനുയായികൾ അവർക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. അരൂപ് വിശ്വാസാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ ചുമതലയുള്ള നേതാവായിരുന്നു ദേശീയ ട്രഷററായ അരൂപ് വിശ്വാസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് തൃണമൂലിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഡിക്ലറേഷനുകൾ പോലും നൽകിയിരുന്നത് അരൂപ് വിശ്വാസിയായിരുന്നു. ഓഡിറ്റ് ചെയ്ത കണക്കുകൾ പ്രകാരം തൃണമൂലിന് 1081 കോടിയിലേറെ രൂപയുടെ ആസ്തിയുണ്ട്. ബാങ്ക് അക്കൗണ്ടുകളിലും ഫണ്ടുകളിലുമായി 675 കോടി രൂപയാണുള്ളത്. ഇതിന്റെ മുഴുവൻ ചുമതല അരൂപിനായിരുന്നു. ജൂൺ 5-ന് അരൂപിനെ ദേശീയ ട്രഷറർ സ്ഥാനത്ത് നിന്ന് നീക്കുകയും സുഭാശിഷ് ചക്രവർത്തിയെ പകരം നിയമിക്കുകയും ചെയ്തിരുന്നു. അതോടെ തൃണമൂലിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാൻ അരൂപ് വിശ്വാസ് ബാങ്കുകൾക്ക് എഴുതി നൽകി. തൃണമൂലിന്റെ എല്ലാ ബാങ്ക് ഇടപാടുകളും തടയണമെന്നാവശ്യപ്പെട്ട് ജൂൺ 12-നാണ് അരൂപ് കൊൽക്കത്ത സെൻട്രൽ പ്ലാസയിലെ HDFC ബാങ്കിനെ സമീപിച്ചത്. പാർട്ടിയിലെ 28 MPമാരിൽ 20 പേരും 60 MLA-മാരിൽ 58 പേരും സംഘടന വിട്ട സാഹചര്യത്തിലാണ് ഈ കത്തെന്ന് അദ്ദേഹം ബോധിപ്പിച്ചു. പാർട്ടി ആവശ്യങ്ങൾക്കായി നേരത്തെ ഒപ്പിട്ട് തൃണമൂൽ ഓഫീസിൽ സൂക്ഷിച്ച ചെക്കുകൾ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും പുതിയ തീരുമാനമുണ്ടാവുന്നതുവരെ ഇടപാടുകൾ തടയണമെന്നും അരൂപ് വാദിച്ചു. അരൂപിന്റെ നടപടി കേന്ദ്ര സർക്കാരിന്റെ താൽപര്യപ്രകാരമാണെന്ന ശക്തമായ സൂചനയുണ്ട്. തൊട്ടു പിന്നാലെ വിമത MLA വിശ്വനാഥ് ദാസും സാമ്പത്തിക ക്രമക്കേടുകൾ ആരോപിച്ച് രംഗത്തെത്തി. അഴിമതി പണം വ്യാപകമായി തൃണമൂൽ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു. ഈ ആരോപണം മുഖവിലക്കെടുത്ത പോലീസ് വെള്ളിയാഴ്ച കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതിന് പിന്നാലെയാണ് കേസുകൾ കൊണ്ട് തൃണമൂൽ നേതാക്കളെ വേട്ടയാടാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അർജന്റീനയുടെ ഫുട്ബോൾ സൂപ്പർ സ്റ്റാർ ലയണൽ മെസ്സി കഴിഞ്ഞ വർഷം കൊൽക്കത്ത സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടതെന്ന പേരിൽ ഒരു കത്തിപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. 2025 ഡിസംബർ 13-ന് കൊൽക്കത്ത യുവഭാരതി ക്രിരംഗനിൽ മെസ്സി പങ്കെടുത്ത ചടങ്ങിന്റെ 70,000 ടിക്കറ്റുകളിൽ 22,000 അരൂപ് വിശ്വാസ് കരിഞ്ചന്തയിൽ മറിച്ചുവിറ്റുവെന്നാരോപിച്ച് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ ശതന്ദ്ര ദത്ത ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം പോലീസിൽ പരാതി നൽകിയിരുന്നു. ആ സമയത്ത് സ്പോർട്സ് മന്ത്രിയായിരുന്നു അരൂപ് വിശ്വാസ്. ജൂൺ 18-നാണ് മെസ്സിയുടെ ലീഗൽ അഡ്വൈസറി ടീം ബിദനഗർ പോലീസ് കമ്മീഷണർക്ക് അയച്ചതെന്ന് പറഞ്ഞ് ശതദ്രു ദത്ത പുതിയ ഇമെയിൽ പുറത്തുവിട്ടത്. അരൂപ് വിശ്വാസ് എല്ലാ പ്രോട്ടോക്കോളുകളും ലംഘിച്ചതായും മെസ്സിയുടെ സമീപം തടിച്ചുകൂടാൻ അനുയായികളെ അനുവദിച്ചതായും അതിനാലാണ് പരിപാടി പൊടുന്നനവെ അവസാനിപ്പിക്കേണ്ടി വന്നതെന്നും ഇമെയിലിൽ പറയുന്നു. ഈ ഇമെയിൽ പ്രകാരം അന്വേഷണം നടത്തിയാൽ സംഭവത്തിൽ താൻ കുറ്റവിമുക്തനാക്കപ്പെടുമെന്നും ശതദ്രു ദത്ത വാദിച്ചു. ആരുടെ മെയിലിൽ നിന്നാണ് സന്ദേശം വന്നതെന്ന് ചോദിച്ചപ്പോൾ ശതദ്രുവിന് മറുപടി ഉണ്ടായില്ല. എന്നാൽ താൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മെയിൽ അയച്ചതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. പോലീസ് കമ്മീഷണറേറ്റ് ഇത് സ്ഥിരീകരിക്കാനോ തള്ളാനോ തയ്യാറായിട്ടില്ല. അരൂപ് വിശ്വാസിനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്തിരുന്നു. അരൂപിന്റെ സഹോദരൻ സ്വരൂപ് ഇതിനകം കസ്റ്റഡിയിലുമാണ്.
സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് സമാനമായ നിരവധി പരാതികൾ തൃണമൂലിനെ ദുർബലമാക്കുകയാണ്. ഭീഷണികളെ തുടർന്ന് അണികളുടെ കൂട്ടക്കൊഴിച്ചൽ നേരിടുകയാണ് ഇപ്പോൾ തൃണമൂൽ. പ്രധാന നേതാക്കളെല്ലാം സ്വന്തമായി നിയമത്തിന്റെ വഴി തേടാൻ നിർബന്ധിതരായിരിക്കുന്നു. 4 മുൻ മന്ത്രിമാരെങ്കിലും ഇപ്പോൾ അറസ്റ്റിലാണ്. മുൻ MLA മാരും മുനിസിപ്പൽ കൗൺസിലർമാരും കസ്റ്റഡിയിലോ കേന്ദ്ര അന്വേഷണത്തിന്റെ പരിധിയിലോ ആണ്. ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരും ഇവരുമായി അകലം പാലിക്കാൻ നിർബന്ധിതരാവുന്നു. പശ്ചിമ ബംഗാളിന്റെ രാഷ്ട്രീയത്തെ കീഴ്മേൽ മറിച്ചിരിക്കുകയാണ് ഈ നടപടികൾ. പ്രതിപക്ഷം ഇല്ലാതാവുന്നതോടെ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തൂത്തുവാരാനുള്ള നീക്കത്തിലാണ് BJP. പശ്ചിമ ബംഗാളിൽ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല BJP ജയിച്ചത്. അജയ്യമെന്ന് കരുതിയ തൃണമൂൽ എന്ന പാർട്ടിയെ തന്നെ വിഴുങ്ങി എതിരില്ലാത്ത കളിക്കളം ഒരുക്കിയെടുക്കുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. നിരവധി കേസുകളിലുള്ള CBI അന്വേഷണത്തിന് 2018 മുതൽ തൃണമൂൽ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല. 1 മാസത്തിനകം എല്ലാ തടസ്സങ്ങളും പുതിയ BJP സർക്കാർ നീക്കിയിരിക്കുന്നു. 42 കേസുകളിലുള്ള അന്വേഷണങ്ങൾക്കാണ് ഇതോടെ തടസ്സം നീങ്ങിയിരിക്കുന്നത്.